നമസ്കാരം. ഇന്ന് നമ്മൾ മെഷീൻ ലേണിംഗിലെ ഒരു കിടിലൻ മാജിക് ട്രിക്കാണ് കാണാൻ പോകുന്നത്. ഒറ്റനോട്ടത്തിൽ ഒരു രക്ഷയുമില്ലെന്ന് തോന്നുന്ന ഡാറ്റാ പ്രശ്നങ്ങളുണ്ടല്ലോ, അതിനെയൊക്കെ വളരെ സിമ്പിളായിട്ട് പരിഹരിക്കുന്ന ഒരു സൂത്രപ്പണി. എന്താണെന്ന് നമുക്ക് നോക്കാം. വേർതിരിക്കാൻ ഒരു വഴിയുമില്ലാത്തതിനെ നിങ്ങൾ എങ്ങനെ വേർതിരിക്കും? ഇത് മെഷീൻ ലേണിംഗിലെ ഒരു സ്ഥിരം തലവേദനയാണ്. ചില ഡാറ്റാ പോയിന്റുകൾ ഒന്നിനൊന്ന് കെട്ടുപിണഞ്ഞായിരിക്കും കിടക്കുന്നത്. അപ്പോൾ ഒരു നേർരേഖ വരച്ച് അതിനെ രണ്ടാക്കാൻ പറ്റുമോ? നോ വേ. ദാ ഇവിടെ നോക്കൂ, നീല ഡോട്ടുകളുടെ ഒരു കൂട്ടം, അതിൻ്റെ ഒത്ത നടുക്ക് ചുവന്ന ഡോട്ടുകളും. ഇനി ഇതിനിടയിലൂടെ ഒരു നേർരേഖ വരച്ച് ഇതിനെ രണ്ടാക്കാൻ പറ്റുമോ? ഒരിക്കലും നടക്കില്ല. അപ്പോൾ ഒരു വര വരച്ചു പ്രശ്നം തീർക്കുന്ന നമ്മുടെ സിമ്പിൾ മോഡലുകളൊന്നും ഇവിടെ വർക്കാവില്ല. അപ്പോൾ നമ്മളിനി എന്തു ചെയ്യും? ഒരു വഴിയുണ്ട്, പക്ഷേ അത് കുറച്ച് കഷ്ടപ്പാടുള്ള വഴിയാണ്. നമുക്കാദ്യം ആ ബ്രൂട്ട് ഫോഴ്സ് അഥവാ ബുദ്ധിമുട്ടുള്ള വഴി എന്താണെന്ന് നോക്കാം. ഒരു വഴി എന്താണെന്ന് വെച്ചാൽ, ഈ 2D ഡാറ്റയെ പിടിച്ച് ഒരു ഹയർ ഡയമെൻഷനിലേക്ക്, അതായത് 3Dയിലേക്ക് മാറ്റുക. അപ്പോൾ ഒരുപക്ഷെ ഒരു പ്രതലം വെച്ച് ഇതിനെ സിമ്പിളായിട്ട് മുറിച്ചു മാറ്റാം. പക്ഷേ ദാ ഇവിടെയാണ് ശരിക്കുള്ള പ്രശ്നം. ലക്ഷക്കണക്കിന് ഡാറ്റ പോയിന്റുകളെ ഇങ്ങനെ മാറ്റാൻ നിന്നാൽ കമ്പ്യൂട്ടറിന്റെ പണി തീരും. നമ്മുടെ സിസ്റ്റമൊക്കെ വിയർത്തുപോകും, പിന്നെ എല്ലാം ഒച്ചുകഴിയുന്ന വേഗത്തിലാവും. അപ്പോൾ സ്വാഭാവികമായും ഒരു ചോദ്യം വരും, അല്ലേ? ഒരു കുറുക്കുവഴി വേണ്ടേ? ഇത്രയും കഷ്ടപ്പെടാതെ ഇതേ റിസൾട്ട് കിട്ടാൻ വല്ല വഴിയുണ്ടോ? തീർച്ചയായുമുണ്ട്. അവിടെയാണ് നമ്മുടെ ഇന്നത്തെ ഹീറോയുടെ എൻട്രി. അതെ, കേണൽ ട്രിക്ക്. ഇതൊരു ഭയങ്കര സ്മാർട്ടായിട്ടുള്ള, വളരെ ലളിതമായ ഒരു പരിഹാരമാണ്. ശരിക്കും പറഞ്ഞാൽ മെഷീൻ ലേണിംഗിലെ ഏറ്റവും ബ്രില്യൻ്റായ ആശയങ്ങളിൽ ഒന്ന് തന്നെയാണ് ഇത്. അപ്പോൾ എന്താണ് ഈ കേണൽ ട്രിക്ക്? സിമ്പിളായി പറഞ്ഞാൽ, ഇത് നമ്മുടെ ഡേറ്റയെ ഒരു ഉയർന്ന ഡയമെൻഷനിലേക്ക് കൊണ്ടുപോയി അവിടെ വെച്ച് വേർതിരിച്ചാൽ കിട്ടുന്ന അതേ ഫലം നമുക്ക് തരും. പക്ഷേ ഇതാണിതിലെ മാജിക്. ആ ഡേറ്റയെ ശരിക്കും അങ്ങോട്ട് കൊണ്ടുപോകുന്നില്ല. ആ കഠിനമായ ജോലി ചെയ്യാതെ തന്നെ അതിൻ്റെ ഫലം നമ്മുടെ കയ്യിൽ കിട്ടും. ഇതിൻ്റെ രഹസ്യം ഈ ഒരൊറ്റ കാര്യത്തിലാണ്. ഡാറ്റയെ ഉയർന്ന ഡയമെൻഷനിലേക്ക് മാറ്റിയാൽ ഡാറ്റാ പോയിന്റുകൾ തമ്മിലുള്ള ബന്ധം എങ്ങനെയായിരിക്കുമെന്ന് അങ്ങോട്ട് പോകാതെ തന്നെ ഇവിടെ ഇരുന്ന് കണക്കുകൂട്ടാൻ കേണൽ ട്രിക്ക് നമ്മളെ സഹായിക്കും. ഡോട്ട് പ്രോഡക്റ്റ് എന്നൊരു മാത്തമാറ്റിക്കൽ ഐഡിയ വെച്ചാണ് ഈ അത്ഭുതം സാധ്യമാക്കുന്നത്. നമുക്കിങ്ങനെ ആലോചിക്കാം, ഒരു വലിയ ഫർണിച്ചർ മുകളിലത്തെ നിലയിലേക്ക് എടുത്തുയർത്തി കൊണ്ടുപോകുന്നതിന് പകരം താഴെ നിന്നുകൊണ്ട് തന്നെ അതിൻ്റെ അളവെടുത്തിട്ട് അത് മുകളിലെ മുറിയിൽ കൊള്ളുമോ എന്ന് നമ്മൾ കണക്കുകൂട്ടുന്നില്ലേ? ഏകദേശം അതുപോലെയാണ് കേണൽ ട്രിക്കും. ഡേറ്റയെ മുകളിലത്തെ ഡയമെൻഷനിലേക്ക് ശരിക്കും കൊണ്ടുപോകാതെ തന്നെ അവിടെ വെച്ച് അതിനെ വേർതിരിക്കാൻ പറ്റുമോ എന്ന് ഇവിടെ ഇരുന്ന് തന്നെ കണ്ടുപിടിക്കുന്നു. ഇനി കേൾക്കൂ, ഈ സൂത്രപ്പണിക്ക് ഒരൊറ്റ രീതിയല്ല ഉള്ളത്. ഓരോ തരം പ്രശ്നങ്ങൾക്കും ഉപയോഗിക്കാൻ പറ്റുന്ന പലതരം കേണലുകളുണ്ട്. ഇതൊരു സ്പെഷ്യലിസ്റ്റ് ടൂൾ കിറ്റ് പോലെയാണെന്ന് വിചാരിച്ചോളും. നമ്മുടെ ടൂൾ കിറ്റിലെ ചില പ്രധാനപ്പെട്ട ആയുധങ്ങൾ നോക്കാം. ലീനിയർ കേണൽ ഒരു സാധാരണ സ്ക്രൂ ഡ്രൈവർ പോലെയാണ്, വളരെ സിമ്പിളായ പ്രശ്നങ്ങൾക്ക്. പോളിനോമിയൽ കേണലാണെങ്കിൽ കുറച്ച് വളഞ്ഞൊക്കെയുള്ള പ്രതലങ്ങളിൽ ഉപയോഗിക്കുന്ന ഒരു സ്പെഷ്യൽ ടൂൾ പോലെ. എന്നാൽ RBF കേണലാണ് കൂട്ടത്തിലെ സൂപ്പർസ്റ്റാർ, നമ്മുടെ സ്വിസ് ആർമി നൈഫ്. ഏറ്റവും പോപ്പുലറായതും ഏത് സങ്കീർണമായ പ്രശ്നത്തിനും ഉപയോഗിക്കാവുന്നതും ഇതാണ്. പിന്നെ സിഗ്മോയിഡ് കേണലും ഉണ്ട്, ന്യൂറൽ നെറ്റ്വർക്ക് പോലെയുള്ള ചില പ്രത്യേക ജോലികൾക്കുള്ള ഒരു സ്പെഷ്യലിസ്റ്റ് ടൂൾ. ഓക്കെ, സംഭവം ഒരു അടിപൊളി ട്രിക്കാണെന്ന് നമുക്ക് മനസ്സിലായി. പക്ഷേ ഇതുകൊണ്ട് ശരിക്കും എന്ത് ഗുണമാണുള്ളത്? എന്തുകൊണ്ടാണ് ഇത് മെഷീൻ ലേണിംഗിൽ ഒരു ഗെയിം ചേഞ്ചർ ആകുന്നത്? അതാണ് നമ്മൾ അടുത്തതായി കാണാൻ പോകുന്നത്. ഇതിൻ്റെ ഗുണങ്ങൾ അത്ര ചെറുതൊന്നുമല്ല. ഒന്നാമത്തെ കാര്യം, ആ തലവേദന പിടിച്ച ഹയർ ഡയമെൻഷണൽ കണക്കുകൂട്ടലുകൾ നമുക്ക് പൂർണ്ണമായും ഒഴിവാക്കാം. അതിൻ്റെ ഫലമോ? റോക്കറ്റ് പോലെ വേഗത കൂടും. എത്ര വലിയ ഡയമെൻഷനുകളിലും ഇത് ഒരു സൂപ്പർ ഹീറോയെ പോലെ പ്രവർത്തിക്കും. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇതൊരു സാധാരണ ചുറ്റികയ്ക്ക്, അതായത് ഒരു ലീനിയർ മോഡലിന് ഒരു വലിയ കെട്ടിടം പണിയാനുള്ള ശക്തി കൊടുക്കുന്നത് പോലെയാണ്. സിമ്പിൾ അൽഗോരിതങ്ങൾക്ക് പോലും വളരെ കോംപ്ലക്സായ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ സാധിക്കുന്നു. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഇതാണ് കാര്യം. കേണൽ ട്രിക്ക് നമുക്ക് ഹയർ ഡയമെൻഷണൽ അനാലിസിസിന്റെ പവർ തരുന്നു, അതും ലോ ഡയമെൻഷണൽ കണക്കുകളുടെ സ്പീഡിൽ. അതായത് ശക്തിയും വേഗതയും ഒരേ സമയം. ഇതൊരു അപൂർവ കോമ്പിനേഷനാണ്. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഇതുപോലൊരു കിടിലൻ കുറുക്കുവഴിക്ക് ഇത്രയും വലിയൊരു പ്രശ്നം പരിഹരിക്കാൻ സാധിക്കുമെങ്കിൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിൽ അസാധ്യം എന്ന് നമ്മളിന്ന് കരുതുന്ന മറ്റെത്ര പ്രശ്നങ്ങളായിരിക്കും ഇതുപോലെ ശരിയായൊരു ട്രിക്ക് കിട്ടാനായി കാത്തിരിക്കുന്നത്? ഇതിനെക്കുറിച്ചൊന്ന് ചിന്തിച്ചു നോക്കൂ. അടുത്ത തവണ കാണാം.